വെളിച്ചെണ്ണയിൽ കിടന്ന ഉള്ളിയും മുളകും കൂടി മുരിയുന്ന ഒരു മണമുണ്ടല്ലോ എൻ്റെ അമ്മോ. അത് അച്ചിങ്ങയിലും ചെമ്മീനിലേക്കും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിക്കേ എൻ്റെ അമ്മോ. അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അല്ലേ. പച്ച ചെമ്മീൻ എപ്പോൾ കിട്ടിയാലും ഞാനെപ്പോൾ പോയി അച്ചിങ്ങ വാങ്ങിക്കും. എല്ലാ ദിവസവും അച്ചിങ്ങയും ചെമ്മീനും എടുത്തി തന്നാലും ഞാൻ കഴിക്കും കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട വിഭവമാണ് ആണെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നല്ല പച്ച ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അത് ആദ്യം കിള്ളി വൃത്തിയാക്കി എടുക്കാം. പിന്നെ ഇതേ നമ്മുടെ അച്ചിങ്ങ അത് ഇതുപോലെ ഒടിച്ചെടുത്തിട്ട് കഴുകി വാരി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വൃത്തിയാക്കിയ ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കാം. ഒരല്പം വെള്ളം, ഒരുപാട് വേണ്ട കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുന്നവരെയും ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് അധികം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചാച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് ഇടിച്ച മുളകുണ്ടല്ലോ, ക്രഷ്ഡ് ചില്ലി, അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചാച്ചെടുക്കാം. ഇനി വെളിച്ചെണ്ണയിലേക്ക് ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് അങ്ങോട്ട് മൊരിഞ്ഞൊന്നും പോകണ്ട കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഒരുപാട് അങ്ങോട്ട് മൂത്ത് പോകണ്ട. ആ ഒരു വഴന്ന് കിട്ടുന്ന ഒരു പരിപാടിയില്ല, അതാണ് ഇതിന് ടേസ്റ്റ്. ഈ സമയത്ത് നമുക്കത് അച്ചിങ്ങയും ചെമ്മീനിലേക്ക് ഇട്ട് കൊടുക്കാം. അച്ചിങ്ങയും ചെമ്മീനിലേക്ക് ഇട്ടിട്ട് പിന്നെ ഒന്നും കൂടി അച്ചിങ്ങയും ചെമ്മീനും ഈ ചാച്ചമുളകും വെളിച്ചെണ്ണയൊക്കെ കൂടി കിടന്ന് ഒന്നുകൂടി ഒന്ന് മൊരിഞ്ഞ് കിട്ടിക്കോളും. അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ എനിക്ക് വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാ ദിവസവും ഇത് കിട്ടിയാലും ഞാൻ കഴിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്.